അപ്പോൾ 72 വയസ്സിൽ നിന്ന് 22ാമത്തെ വയസ്സിലാണ് പോകുന്നത് അല്ലേ? 22 കഴിഞ്ഞു, 73 കടന്നു. ഓ ശരി ശരി ശരി. സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ. പക്ഷെ മൊഞ്ച് മാറിയിട്ടില്ല കേട്ടോ. നിങ്ങളെപ്പോലെ ആൾക്കാരുടെ കൂട്ടത്തിൽ ജീവിക്കുമ്പോ കേശും ഒക്കെയല്ലേ നമ്മുടെ മുമ്പിൽ കാണുന്നത്. നിങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു മാതൃക. പഴയ പാസ്പോർട്ട് ഈ ചെറുക്കനാണ് ദുബായിക്ക് പോയത് അല്ലേ? എന്തുദ്ദേശിച്ചാ പോയത്? അന്നത്തെ ദുബായ് എങ്ങനെയായിരുന്നു? അന്നും ഇന്നും ദുബായ് തന്നെയാണ്. പക്ഷെ കുറെ വ്യത്യാസങ്ങള്. ഒരു ചെറിയ സ്ഥലത്ത് ഇത്രത്തോളം വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് എന്റെ ജീവിതത്തിൽ കൂടെ എനിക്ക് മനസ്സിലായി. നമ്മൾ സിംഗപ്പൂർ പോലെ അതിലധികോ, ഹോങ്കോങ് പോലെ അതിലധികോ ഒക്കെ ദുബായ്. ഞാൻ വരുമ്പം ബെയ്റൂട്ടായിരുന്നു. ഇപ്പൊ അത് എല്ലാം ദുബായിലോട്ട് മാറി. അല്ല പിന്നെ അന്ന് എങ്ങനെ പോയത്? ബോംബെ നിന്നാണോ വിമാനത്തിൽ പോയത്? ബോംബെ വിമാനമൊന്നുമില്ല. അന്ന് 500 കിലോ ഉറുപ്പ് എടുത്തിട്ട് കപ്പൽ MV മുഹമ്മദി, ഹജ്ജിന് പോണ കപ്പല്. അന്ന് വിമാനം തുടങ്ങിയിട്ടില്ലേ? വിമാനമുണ്ട്. അന്നത്തെ പൈസ ആയിരക്കണക്കിന് ഉറുപ്പികളാണ്. 4000 5000 ഒക്കെ ആയിരുന്നു. അന്ന് 4000 ഉറുപ്പിക ഉണ്ടായിരുന്നു നമ്മള്. അന്ന് 4000 ഉറുപ്പിക ഉണ്ട്. അപ്പൊ അത് 500 ഉറുപ്പിയാണ് കപ്പലിന്. അത് പിന്നെ കൂടിയാണ് കപ്പലിന്. കപ്പല് 21-ാം തീയതി കയറി 25-ാം തീയതി അതാ പാസ്പോർട്ടില് എക്സിറ്റും എൻട്രി. ആരെങ്കിലും പണി തന്നിട്ട് പോയതാണോ അതോ പണി തേടിപ്പോയതാണോ? പണി തേടിപ്പോയതാണ്. പക്ഷെ എന്റെ കസിൻസ് ഇവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി. അത് 60 മുതൽ ഉണ്ട് ഇവിടെ, 960 മുതൽ. അപ്പൊ അവര് വരുമ്പോ സാധാരണഗതിയിൽ ഓരോരും പഠിക്ക്, നമുക്ക് പോണം, എല്ലാം പഠിക്ക് പോണം എന്ന് പറയും. അപ്പൊ പിന്നെ വല്ലാതെ പഠിക്കാതെ പോണെന്നായി. അങ്ങനെയാണ് 70 പാസ്പോർട്ട് എടുപ്പിച്ചത് വാപ്പാനെ കൊണ്ട്. അന്ന് പാസ്പോർട്ട് ഇട്ടാണ് അവര് ഹെർക്കൂലിയൻ ടാസ്കാ. അന്ന് നിങ്ങളുടെ ഫ്രണ്ട് മുനീറിന്റെ വാപ്പ മന്ത്രിയായിരുന്നു. അപ്പൊ മുനീറിന്റെ വാപ്പാനോട് പോയിട്ട് പാസ്പോർട്ട് വേണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പാസ്പോർട്ട് നിങ്ങളെ സെക്രട്ടറി IAS ഒപ്പിട്ടാൽ പാസ്പോർട്ട് പെട്ടെന്നിട്ടോ, അല്ലെങ്കിൽ കൊല്ലങ്ങൾ പിടിക്കുകയാണെന്ന്. അപ്പൊ മദ്രാസിക്ക് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഫരീദ് സാബ് ഒരു IAS ഒപ്പിട്ട് വന്നു. അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് പാസ്പോർട്ട് കിട്ടി. IAS ആരാണോ ഒപ്പിടേണ്ടത്? MLA ഒപ്പിടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ അല്ലെ ഒരു ഘട്ടത്തിൽ? ഞാനൊക്കെ അച്ഛൻ്റെ അടുത്ത് വരുന്ന ആളുകൾക്ക് ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട് പണ്ട്, ഓർമ്മയുണ്ട്. അന്ന് IAS ഓഫീസർ ഒപ്പിട്ടാലേ ഈ പോലീസ് വെരിഫിക്കേഷൻ ഇല്ലാതെ പെട്ടെന്ന് ഇഷ്യൂ ചെയ്യുമായിരുന്നു. അപ്പൊ അന്ന് ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ 1970 പാസ്പോർട്ട് എടുത്തു. 70 പാസ്പോർട്ട് എടുത്തിട്ട് പോകാൻ നിന്നു. അതിലാണ് ഏപ്രിൽ 1 ഫാദർ മരിക്കണത്. അപ്പൊ പിന്നെ എന്റെ പോക്കൊക്കെ നീണ്ടു. എന്റെ സിസ്റ്റർ കല്യാണം കഴിയണം, അത്യാവശ്യ ചില സംഗതികളൊക്കെ ചെയ്യണം.